അത് അമ്മ അങ്ങനെ ഒരു സംഭവം അതെ, ശരിയാണ്, ശരിയാണ്. ഇപ്പൊ പറയേണ്ടി വരും. അങ്ങനെ പറയരുതായിരുന്നു. പക്ഷെ കുഞ്ഞതിന്റെ മേളിൽ കേറി എന്നുള്ളത് സത്യമാണ്. അഹ് അങ്ങനെ കേറി എന്നുള്ളത് പറഞ്ഞാൽ ഒരു വാക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ഇച്ചിരി കുട്ടികളാകുമ്പോൾ അത് സ്വാഭാവികമായും നമ്മൾ സ്കൂളുകളിൽ ഇത്തരത്തിൽ അപകടകരമായ സാധനങ്ങൾ സൂക്ഷിക്കാതിരിക്കുക, അല്ലെ ഈ കോർണർ പോലെ മൂലയുള്ള അപകടം ഉണ്ടാക്കുന്ന സാധനങ്ങൾ പോലും ഇല്ലാതെ പല സ്കൂളുകളും ശ്രദ്ധിക്കുമ്പോൾ അത് കുട്ടികളാകുമ്പോൾ അങ്ങനെ പെരുമാറും എന്ന് ചിന്തിച്ചായിരുന്നില്ലേ പറയേണ്ടിയിരുന്നത്? അതിനുശേഷം ഒരു അതെ, അതെ. പ്ലാസ്റ്റിക് കുടി കൊണ്ടെടുത്തു എന്ന് കുട്ടികള് പറയുന്നത് ഒരു 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 പക്ഷേ അത് ഞാൻ വന്നപ്പോൾ അവിടെ ഇത് നടക്കുകയാണ്. അപ്പൊ അതിനകത്ത് കയറി അവിടെ നിന്നു. അതിപ്പോൾ സോഷ്യൽ അവരിൽ മീഡിയയിൽ പങ്കാളികളായി. അത് നമ്മുടെ ലഹരിക്കെതിരായിട്ടുള്ളൊരു ക്യാമ്പയിനായിരുന്നു. നമ്മളതിന് കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. കാരണം ലഹരിക്കെതിരായിട്ട് ഏറ്റവും കൂടുതൽ പങ്കാളികളാകേണ്ടത് നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകളാണ്. അത് നാം മനസ്സിലാക്കണം. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കേണ്ടുന്ന അമ്മമാരാണ്. എൻ്റെ വീട്ടിലായാലും എൻ്റെ മക്കളെ നമ്മൾ നോക്കിയില്ല എന്നുണ്ടെങ്കിൽ ശരിയായിരിക്കും, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. അമ്മമാരാണ്. അതുകൊണ്ട് അമ്മമാർ അതിനെതിരെ ലഹരിക്കെതിരായിട്ടുള്ളൊരു ക്യാമ്പയിൻ പോലെയാണ് അതവിടെ സംഘടിപ്പിച്ചത്. അതെ, ഇത്തരത്തിലൊരു വലിയ സങ്കടകരമായ സംഭവം ഉണ്ടായിരിക്കുമ്പോൾ മന്ത്രി ഇങ്ങനെ ഡാൻസ് ചെയ്യുമെന്ന് പറഞ്ഞ് വലിയ ഇല്ല, തോതിൽ ഇല്ല. ഞാനതൊക്കെ പ്രചരിക്കുന്നുണ്ട്. കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ സംഭവം അറിഞ്ഞത്. ഞാനവിടെ ചെന്നപ്പോൾ ഏകദേശം മന്ത്രിസഭ കഴിഞ്ഞ് പെട്ടെന്ന് എറണാകുളത്തിന് തിരിഞ്ഞ് ഞാൻ വാർത്തയൊന്നും കേട്ടില്ല. അവിടെ ചെന്ന് കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ് സ്റ്റേജിൽ കയറിയപ്പോഴാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം നടന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലായത്. അത് വ്യക്തമായി നമുക്ക് നിലയിൽ മനസ്സിലാകും. കുഞ്ഞിങ്ങനെ കയറി ഇങ്ങനൊരു അപകടം ഉണ്ടായി എന്നുള്ളതാണ് അപ്പോൾ അറിഞ്ഞത്. അതുകൊണ്ട് ആ നിലയ്ക്ക് കുഞ്ഞിനെക്കുറിച്ചോ കുടുംബത്തിനെ കുറിച്ചോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല.